ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഞാൻ നാട്ടിൽ നിന്ന് ഇക്കാടെ വീട്ടിലുള്ള ഒരു ഡേ ആണ് കേട്ടോ. അപ്പം കുറച്ച് അധികം റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പം നമ്മുടെ രാവിലെ പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പത്തിരി എന്താ പറയുക, ഞാൻ ഉണ്ടാക്കിയാൽ ഇത്ര റൗണ്ടായിട്ട് എനിക്ക് കിട്ടില്ല കേട്ടോ. ഉമ്മ അടിപൊളിയായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കും കേട്ടോ, ഉമ്മ കൈ വെച്ചിട്ട്. അപ്പം പത്തിരി ഉണ്ട്. അപ്പം കറി ഞാനാണ് വെക്കണേ. പിന്നെ ഇത് ഉപ്പാൻ്റെ കുറച്ചധികം റെസിപ്പീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ അടിപൊളി റെസിപ്പീസാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, അടിപൊളിയാണ്. ഇപ്പം ഉണ്ടാക്കുന്നത് കേസരിയാണ് കേട്ടോ, റവ വെച്ചിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലുമാണ് വേണ്ടത്. പിന്നെ കുറച്ച് സേമിയ വേണം. അത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സേമിയ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു യെല്ലോ കളർ കിട്ടാവുന്നതാണ്. അപ്പം അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് അധികം തിളയ്ക്കുന്നതിന് മുമ്പേ ഇതിലോട്ട് പഞ്ചസാരയും റവയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് തിളച്ച് പോകേണ്ട. അപ്പം നമ്മുടെ ഉപ്പുമാവൊക്കെ ഇല്ലേ, അതൊക്കെ വരിക പോലെ ഇപ്പം. അതുകൊണ്ട് അത്രയ്ക്ക് വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് റവയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കൈ വിടാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. ഇനി കുറച്ച് നെയ്യോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. സാധാരണ ഞാൻ എന്താ പറയുക, വെറും വെള്ളത്തിലാണ് ഈ ഒരു കേസരി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ നല്ല കുക്കാണെന്ന്. അപ്പോൾ ഉപ്പൻ്റെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഒരു ട്രേയിലോട്ട് എന്തെങ്കിലും ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എന്തെങ്കിലും ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ക്രീസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഒരു കത്തി വെച്ചിട്ടോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ചൂടോട് കൂടി തന്നെ ഇതൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടണമെങ്കിൽ അതെങ്കിലും വിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ പനിൽ. ഇത് നമ്മൾ ഒരു ട്രേയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം. എന്നിട്ട് അതിലോട്ട് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് വിട്ട് കിട്ടും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇലയടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഇലയടയാണ്. അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉപ്പ എന്തുണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് അധികം ഉപ്പാൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് റെസിപ്പീസൊക്കെ ഐഡിയാസൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പം കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് അരച്ചെടുത്ത ശേഷം അതിലോട്ട് കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ അവിലും ശർക്കരയും നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് നന്നായിട്ട് കുറുകി കിട്ടില്ല. എന്നിട്ട് അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. ഈ തേങ്ങയും അവിലും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നന്നായിട്ട് മധുരമൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇലയട ഉണ്ടാക്കാം. അട നമ്മൾ തയ്യാറാക്കുന്നത് റൈസ് പൗഡർ വെച്ചിട്ടാണ്. പിന്നെ റൈസ് പൗഡറും ഗോതമ്പ് പൊടിയില്ലേ അതും, ഇത് രണ്ടും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇനി നമുക്കിത് പരത്തിയെടുത്ത് ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മടക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേസരിയില്ലേ, അത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ
കേസരിയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് ചുട്ടി ഫ്രൂട്ടിക്കില്ലേ അതൊക്കെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കണം കേട്ടോ. ഈ തലേന്നത്തെ മീൻകറി ഉണ്ടെങ്കിൽ മുരിങ്ങയുടെ അയലില്ലേ ആ കറിയിലോട്ട് ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഏലാഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നല്ല തേന് പോലത്തെ ഫില്ലിംഗ് ആണ് കേട്ടോ. ഇതിനൊരു ടിപ്പ് ഉപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാര എടുക്കുക. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കുക. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് കുറച്ച് സമയം വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മധുരം പിടിക്കും. ഇനി ഇത് ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയ ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു ഷുഗറൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങില്ലേ തേങ്ങയുടെ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ നിങ്ങൾ ശർക്കരയുടെ ഫില്ലിങ് കാണുന്നുണ്ടാവും. അത് നേരത്തെ നമ്മൾ അട ഉണ്ടാക്കിയിട്ടുള്ള അതേ സെയിം പാത്രം ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മധുരം നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് അവിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അവിലൊക്കെ ഒന്ന് മധുരം പിടിച്ച് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏലാഞ്ചി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ ഏലാഞ്ചി എന്ന് പറയുന്നത് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. ഞങ്ങൾ ഇതിന് ഏലാഞ്ചി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ വേണം. അതിലോട്ട് മുട്ട, കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി കുറച്ചൊരു ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒട്ടും കട്ടയില്ലാണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ ഒരു മൈദയുടെ മിക്സ് വെച്ച് നമുക്കൊരു പത്തിരി ഉണ്ടാക്കിയെടുക്കാം. നൈസായിട്ടൊരു പത്തിരി ഉണ്ടാക്കിയെടുക്കണം. രണ്ട് സൈഡും ഒന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇത്. അപ്പോൾ എന്നിട്ട് അത് ചൂടോട് കൂടി തന്നെ അതിലോട്ട് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ചൂടോട് കൂടി തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് റോൾ ചെയ്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചൂടോടെ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ചെമ്മീനായിരുന്നു കിട്ടിയത്. ഇപ്പോൾ നല്ല ചെമ്മീൻ കറിയൊക്കെ റെഡിയായി വരുന്നു. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഏലാഞ്ചിയാണ്. അത് ഉപ്പാൻ്റെ സ്റ്റൈലിൽ ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കൊള്ളാവുന്ന ഡെക്കറേഷനാണ് കേട്ടോ. നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരാനുണ്ടായിരുന്നു. ഇതൊരു ആയുർവേദിക് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് കാണിക്കാൻ വരാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. മറ്റേ നല്ല നാച്ചുറൽസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചെത്തി വീട്ടിൽ. അപ്പോൾ ഇതൊന്നും കഴിക്കേണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇതേ നോക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. നിർത്താൻ തോന്നില്ല. അടുത്തത് ഏലാഞ്ചി കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് ടീക്കുള്ള സ്നാക്സ് കേട്ടോ. അപ്പോൾ ചായ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയായി. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.